ഹായ് മക്കളെ, ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ കിട്ടിയതിന് ശേഷം കേരളത്തിലെ മുഴുവൻ SSLC കുട്ടികളുടെയും പ്രധാന ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ കിട്ടി, എൻ്റെ ഫുൾ കോൺഫിഡൻസ് പോയി, എനിക്ക് ഒരു വിഷയത്തിൽ A+ ഇല്ല സാർ, അല്ലെങ്കിൽ എനിക്ക് ആകെ 3 വിഷയത്തിലേ ഉള്ളൂ, ആകെ 5 വിഷയത്തിലേ A+ ഉള്ളൂ, അല്ലെ സാറേ എനിക്ക് മാത്സിലും ഫിസിക്സിലും A+ പോയി എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാണ്. ആൻഡ് അതിൻ്റെ ഒക്കെ അൾട്ടിമേറ്റ് സാധനം എന്താണെന്ന് വെച്ചാൽ, സാറേ കോൺഫിഡൻസ് പോയി. സംഭവം സത്യമല്ലേ? എത്ര ആൾക്കാർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. കോൺഫിഡൻസ് പോയി ക്രിസ്മസ് എക്സാമിന് ശേഷം എന്നുള്ളത്. ആൻഡ് ഈ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താണ് കോൺഫിഡൻസ് തിരിച്ചു കിട്ടും. വീഡിയോ ഇഷ്ടപ്പെടേണ്ട എന്തായാലും നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അവരും നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെക്കാളും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. എടാ, ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. 5 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ആൻഡ് ഈ 5 വർഷത്തിനിടയ്ക്ക് നടന്നതിൽ വെച്ച് ഏറ്റവും ടഫായിട്ടുള്ള ക്രിസ്മസ് എക്സാമാണ് നിങ്ങൾക്ക് നടന്നത്. അതായത് നമ്മുടെ സ്ഥിരം നമ്പറുകളൊന്നും പലതും ഏറ്റിട്ടില്ല. നിങ്ങളിപ്പോൾ പല ചാനലുകളിലായിട്ട് ലൈവുകളും പരീക്ഷയുടെ തലേന്നത്തുള്ള മെഗാ മാരത്തോണൊക്കെ കണ്ടിട്ടും അതിലെ പല ക്വസ്റ്റ്യൻസും വന്നില്ലേ? ക്വസ്റ്റ്യൻസൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് വന്നതല്ലേ? അതായത് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് പഠിച്ച് വന്നൊരു പാറ്റേൺ ഉണ്ട്. ഇങ്ങനെ ചോദ്യം വന്നാൽ മക്കളെ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ വരുള്ളൂ, ഇത് വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി. ആ സാധനം എന്താണ് ഈ ക്രിസ്മസ് എക്സാമിന് നടന്നിട്ടില്ല. ഓണപ്പരീക്ഷയ്ക്ക് അത് നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എക്സാം ടഫായിട്ടുള്ള ചോദ്യപേപ്പറാണ്. അതുകൊണ്ട് തന്നെയുള്ള മാർക്ക് കുറവ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ അതിലെന്തില്ല, വല്ലാതെ ആശ്വസിക്കാനുള്ള കാരണമില്ല. കാരണം എന്താ, അഥവാ ഇതേ ടഫിലാണ് നിങ്ങളുടെ മോഡൽ എക്സാമും ഫൈനൽ എക്സാമും എങ്കിൽ, മോഡൽ എക്സാം പോട്ടെ, ഫൈനൽ എക്സാം എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം അതിനനുസരിച്ച് നമ്മൾ പഠിക്കണം അല്ലേ? അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും ഫസ്റ്റ് ഉറച്ച തീരുമാനം എടുക്കണം. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട്. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും, എത്ര ടഫായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? റെഡിയായി നിൽക്കണം. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് എവിടെ പഠിക്കാൻ സമയം കിട്ടിയേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എന്താണ് പോർഷൻസ് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ള രീതിയിൽ സ്പെഷ്യൽ ക്ലാസ്സുകളും ക്ലാസ്സും എല്ലാം വെച്ചിട്ട് ഭയങ്കര സ്പീഡിലല്ലേ നിങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. 1-2 ദിവസം മാക്സിമം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് സ്റ്റഡി ലീവ് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെയാണോ നിങ്ങളുടെ ഫൈനൽ എക്സാം വരിക? നിങ്ങൾ ആ എക്സാമിൻ്റെ ടൈം ടേബിൾ ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 3ാമത്തെ പരീക്ഷയായിട്ട് മാത്സിന് എന്താണ് ഒരാഴ്ചയിലധികം സമയം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇത്തവണ മാത്സിന് ആദ്യത്തെ പരീക്ഷയായിരുന്നു. ചിലപ്പോൾ തലേന്നും ക്ലാസ് വെച്ചിട്ട് നാളെ ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞതല്ലേ? അപ്പം ആ ഒരു ഡിഫറൻസ് എന്തുണ്ട്? ആ ഒരു ഡിഫറൻസ് ആണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് ആ ഒരു ഡിഫറൻസ് ആണ് നിങ്ങളുടെ A+ഉം A+ ഇല്ലായ്മയും തീരുമാനിക്കുക. അതായത് പഠിക്കാൻ ആവശ്യത്തിലധികം സമയം കിട്ടും നിങ്ങളുടെ ഫൈനൽ എക്സാമിന്. എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കണം. അതായത് മോഡൽ പരീക്ഷ കഴിഞ്ഞാൽ പോലും 10 ദിവസത്തിലധികം നിങ്ങളുടെ ഫൈനൽ എക്സാമിനുണ്ട്. ഫുൾ ഡേകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് എന്തില്ല, ക്രിസ്മസ് എക്സാമിന് മാർക്ക് കുറഞ്ഞു, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഫുൾ ചാപ്റ്റർ വരുന്ന ഫൈനൽ എക്സാമിന് മാർക്ക് കുറയൂലേ, അല്ലെങ്കിൽ നിനക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്നൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ധൈര്യപൂർവ്വം പറയാൻ പറ്റും. നിങ്ങൾക്ക് പറയാൻ പറ്റും, ക്രിസ്മസ് എക്സാമിന് പഠിക്കാൻ എവിടെയാണ് സമയം കിട്ടിയേ? എനിക്ക് ഫൈനൽ എക്സാമിന് പഠിക്കാൻ സമയം കിട്ടും, ഞാനത് വാങ്ങുന്നുള്ളത് പറയും. ആൻഡ് നിങ്ങൾ ഒരുപാട് സീനിയേഴ്സ് കാലങ്ങളായിട്ട് ഈ പരീക്ഷ ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിനേക്കാൾ മാർക്ക് അവർക്ക് ഫൈനൽ എക്സാമിന് കിട്ടും. നിങ്ങൾ സീരിയസ് ആവും, അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് വിടും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. നിങ്ങൾ സീരിയസ് ആവണം. അതായത് മക്കളെ, നിങ്ങളുടെ ആദ്യത്തെ ഏറ്റവും വലിയ സ്വപ്നം, ബാക്കിയൊക്കെ കുഞ്ഞു കാര്യങ്ങളെ, ഏറ്റവും വലിയ സ്വപ്നത്തിലേക്ക് ഇനി മാക്സിമം 3 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് ലൈഫിൽ ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ നേടേണ്ട നിങ്ങളുടെ തുടക്കമാണ്, ആദ്യത്തെ ആഗ്രഹമാണ്, ആദ്യത്തെ ലക്ഷ്യമാണ്. അപ്പം അതിനു വേണ്ടി നിങ്ങളിനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ പറയാണ്, കഴിഞ്ഞ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്, നിങ്ങൾ ഈ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും വട്ടപൂജ്യമാണെങ്കിൽ കൂടി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ റെഡിയാണെങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവസാനത്തെ ചിരി അത് നിങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെ ചിരിച്ച ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. നിങ്ങളും അതിൽ തന്നെ പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരൊറ്റ കാര്യം മാത്രം തീരുമാനിച്ചാൽ മതി, ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കും. അതായത് ചില കുട്ടികൾക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാത്സിന് മുമ്പ് ഒരാഴ്ചയിലധികം സമയം ഉണ്ടാവും, എന്നാൽ പിന്നെ അന്നേരം പഠിച്ചവർ ഇപ്പം എന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്ന മൈൻഡ് സെറ്റാണ്. അന്നേരവും നിങ്ങൾ പഠിക്കൂല. ഇപ്പം നിങ്ങൾ പഠിക്കാതിരിക്കുന്നതിൻ്റെ എന്തൊക്കെ കാരണങ്ങളുണ്ടോ അതൊക്കെ അന്നും ഉണ്ടാവും. സോ
എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി 1 മണിക്കൂറൊന്നും പോരാ, മിനിമം 2 മണിക്കൂർ കൺസിസ്റ്റൻ്റ് ആയിട്ട്. 2 മണിക്കൂർ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചില ദിവസങ്ങളിൽ 3-4 മണിക്കൂർ ആയിക്കോട്ടെ, ചില ദിവസം എന്താണ് ഒരൊറ്റ മണിക്കൂർ പഠിക്കാത്ത മൂഡില്ലാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്താണ്, ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ കടന്നു പോരുത്. 2 മണിക്കൂറില്ലാത്ത ദിവസങ്ങൾ. ആ ഒരൊറ്റ കാര്യം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം ഒക്കെ എന്താണ് അടുത്ത വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് വരും. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഇനി അങ്ങോട്ടുള്ള ദിവസം ഡെയിലി 2 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ അല്ല നിങ്ങളെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഫൈനൽ എക്സാമാണ്. അവസാനത്തെ റിസൾട്ട് വരുമ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെ നേരെ എന്തുണ്ടാവും, നിങ്ങൾക്ക് ഫുൾ A+ തന്നെ ഉണ്ടാവും. ഉറപ്പാണ് ഉറപ്പാണ് ഉറപ്പാണ്. ഒരൊറ്റ കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സാറേ ഞാനിനി ഡെയിലി 2 മണിക്കൂർ പഠിക്കുന്നുള്ള കാര്യം മാത്രം കമൻറ്റ് ചെയ്താൽ മതി. ബാക്കി എന്താണ്, ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് കാണാം. കട്ടൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്.